സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ. നീ എന്ത് കാണുന്നു? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നതുവരെ അവിടെ വസിക്കും. ഈ ഒരു വചനഭാഗത്തിൽ പറക്കുന്ന ഒരു ചുരുളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചുരുളിന് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ പറയുന്നത് പോലെ 2 മുഴം നീളവും 10 മുഴം വീതിയും. ഈ ഒരു അളവ് കണക്ക് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ മുൻഭാഗത്തെ പൂമുഖത്തിൻ്റെ അളവാണിത്. ഈ ഒരു അളവിലാണ് ആ ചുരുൾ പറന്നു വരുന്നത്. ഈ ചുരുളിനകത്ത് എഴുതിയേക്കുന്നത് ശാപങ്ങളാണ്. ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഉള്ള ശാപങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ ഈ ചുരുൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ചുരുളാണെന്നും ഇത് വളരെയധികം ദൈവജനത്തിന് പ്രാധാന്യമർഹിക്കുന്ന ചുരുളാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. 2 പ്രമാണങ്ങൾ, 5-ാം പ്രമാണവും 2-ാം പ്രമാണവും തെറ്റിക്കുന്നവർക്കുള്ള ശാപങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 2-ാം പ്രമാണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 5-ാം പ്രമാണം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 10 പ്രമാണങ്ങളും തെറ്റിക്കുന്നവരുടെ മേൽ ഉള്ള ദൈവത്തിൻ്റെ ശാപമാണ് ഇതിൽ പറയുന്നത്. പ്രമാണ ലംഘനങ്ങൾ, കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നാണ് ഈ ഭാഗങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഈ ചുരുൾ പിന്നെ വചനത്തിൽ പറയുന്നത്, ഈ ചുരുൾ ഇത് ലംഘിക്കുന്നവൻ്റെ ഭവനങ്ങളിലേക്ക് ഈ ശാപങ്ങൾ പോകും എന്നാണ്. ആ ഭവനങ്ങൾ ഇല്ലായ്മ ചെയ്യുവോളം ഈ ശാപത്തിൻ്റെ ചുരുൾ അവിടെ നിലനിൽക്കും. ഒരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പാപം ചെയ്യുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. ദൈവിക കൽപ്പനകൾ അനുസരിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ദൈവരാജ്യം വളരട്ടെ.